യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. യഃ മാനവഃ തു ആത്മരതിഃ ഏവ ആത്മതൃപ്തഃ ച ആത്മനി ഏവ ച സന്തുഷ്ടഃ സ്യാത് തസ്യ കാര്യം ന വിദ്യത്തെ. യഃ ആരാണോ മാനവഃ തു ഈ മനീഷ ഉള്ള മർത്യ ശരീരത്തെ കിട്ടിയതായിട്ടുള്ള മനുഷ്യ ശരീരത്തെ കിട്ടിയതായിട്ടുള്ള അയാള് ആത്മരതിഹി ഏവ അവിടെ ജീവൻ ഈ ഇതിലല്ല, ശരീരത്തിലല്ല, ജീവാത്മാവില് പരമാത്മാവില് രമിക്കുന്നു എങ്കിൽ, ജീവനെ അറിയുന്നു പരമാത്മാവിനെ അറിയുന്നു എങ്കിൽ ആത്മതൃപ്ത ച അപ്പോ ഒരു സംതൃപ്ത ഭാവം ഉണ്ടാവും. എന്താ ഉണ്ടാവുക? കാരണം ഈ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള ദേഹത്തെ സുഖിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നും താല്പര്യമില്ല. ഭഗവത് പ്രീതി മാത്രമേ ലക്ഷ്യമുള്ളൂ. ആ ഭഗവത് പ്രീതി ജീവന്റെ ശുദ്ധീകരണത്തിന് കാരണമാവും. അതുകൊണ്ട് ആത്മരതി കിട്ടും. അങ്ങനെ ആത്മനി ഏവാച്ച സന്തുഷ്ട സ്യാത്. ഇങ്ങനെ പരമാത്മാവിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് ഈ ദേഹബോധം തന്നെ ഇല്ലാത്തൊരവസ്ഥയില്, ജീവൻ മുക്താവസ്ഥയില് പരമാത്മാവിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ആള് സദാസമയത്തും സന്തോഷിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ആത്മരതി. അത് ഉള്ളിലുള്ള സന്തോഷ, പുറമേക്ക് അത് കണ്ടോളുന്നില്ല, വേഷത്തിൽ കാണില്ല, മറ്റ് ഭാവഹാവാദികൾ കാണില്ല. പക്ഷേ ആ ജീവൻ മുക്താവസ്ഥയില് പ്രകടമായിട്ടുള്ള കരച്ചിലും ചിറിയിലും എല്ലാം ചിരിക്കലും ഒക്കെ കാണും. എന്താ കാരണം? ഭഗവാനുമായിട്ടുള്ള കൂട്ടാണ്, സംഘമാണ്. അതിനെയാണ് ആത്മരതി. അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, സന്തുഷ്ടഭാവത്തിലാണ്, ഒരു ദുഃഖം വരില്ല. തസ്യ കാര്യം ന വിദ്യതേ. അദ്ദേഹത്തിനോ കാര്യം ന വിദ്യതേ എന്നാണ്. ഇവിടെ വാച്യാർത്ഥത്തിനെ നോക്കണ്ട. കാര്യം എന്നുള്ളത് അത് ഇത് എന്നുള്ളതാണ് കാര്യം. സംഭവിച്ചതാവാം, സംഭവിക്കാനുള്ളതാവാം, അല്ലെങ്കിൽ ഭൂതകാലമായിക്കോട്ടെ. ആ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? കർമ്മമാണ് ചെയ്യുക. ആ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മത്തിൽ നിന്നും മോചനം നേടി കർമാതീത ഭാവത്തിലെത്തി. എപ്പോഴേ കർമാതീത ഭാവത്തിൽ എത്തുന്നുള്ളൂ? ഈ ആത്മതൃപ്തി, ആത്മരതി ഭാവം എപ്പോഴാണോ ഈ ജീവന് ശരീരബോധത്തിൽ നിന്നും വിട്ട് പരമാത്മാവിനെ അറിയണം, പരമാത്മാവിലേക്ക് ലയിക്കണം, ഞാൻ ഇതാ ഈ അംശമായിട്ടുള്ള ജീവനെ അറിയണു, ആ ജീവൻ ഇപ്രകാരത്തിൽ ഭഗവാന്റെ ഒപ്പം നടക്കണു, ഇരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഈ ഭാവത്തിൽ എത്തുമ്പോളാ. അപ്പോ പ്രപഞ്ചവുമായിട്ടുള്ള യാതൊന്നും ഈ ജീവന്, ഈ ശരീരത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നില്ല. അതാണ് തസ്യ കാര്യം എന്ന വിദ്യതേ. ഒന്നും അറിയുന്നില്ല എന്ന. അതുകൊണ്ടാണ് ശരീരം വസ്ത്രം പോയാൽ അറിയില്ല, വീണു പോയാൽ അറിയില്ല, കട്ടയിലാണോ കിടക്കുന്നത് സപ്രപഞ്ചത്തിലാണോ കിടക്കുന്നത് അറിയില്ല, ചാണപ്പുളുക്ക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണോ ആഹരിക്കുന്നത്, നല്ല പഞ്ചാര പായസാണോ കഴിക്കുന്നത് അറിയില്ല. അമൃതവത് അഭ്യവഹരതി, ജഡഭരതനെ പോലെ, ദത്താത്രേയനെ പോലെ, കല്ലായാലും മുള്ളായാലും വിഷയമില്ല, കിടന്നോളും, ഉറങ്ങിക്കോളും. ശ്രീരാമനെ പോലെ, ശ്രീകൃഷ്ണനെ പോലെ കല്ലിലും മുള്ളിലും ചവിട്ടിക്കോളും, വിഷയമല്ല. എത്ര കഠിനമായതിനെയും അനുഭവിക്കും, വിഷയമല്ല. കുന്തിയെ പോലെ ദുഃഖം പ്രശ്നമല്ല. എല്ലാവർക്കും ഉണ്ട് ഈ ഭാവം. പക്ഷേ കഥാപാത്രങ്ങളെ പറയുമ്പോ അവരുടേതായിട്ടുള്ള ഭാവങ്ങളിലാണ് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. യഹ മാനവഃ തു ആത്മരതിഹി ഏവ ആത്മതൃപ്ത ച. ആരാണോ ഈ മനുഷ്യൻ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ജീവാത്മാവിനെ നല്ലവണ്ണം അറിയുന്നത്, ജീവാത്മാവ് പരമാത്മാവിനോട് ചേർന്നുകൊണ്ട് സഞ്ചരിക്കുന്നത്, അപ്പോൾ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ഈ ലൗകിക ബോധത്തോടെയുള്ള ചിന്തനങ്ങളെ നമുക്ക് പറ്റുള്ളൂ, സങ്കല്പങ്ങളെ പറ്റുള്ളൂ, വികല്പങ്ങളെ പറ്റുള്ളൂ. അത് ചെയ്യുമ്പോ പലതും നമ്മുടേതായിട്ടുള്ള ഭാവനയില് കൃഷ്ണസ്വരൂപമാവാം, സകലസ്വരൂപമാവാം, ശ്രീരാമനെ പോലെയാവാം, വാമനനെ പോലെയാവാം, ദത്താത്രേയനെ പോലെയാവാം, ഏത് വേണിച്ചാവാം, പരമയോഗിയായിട്ടാവാം, കപില മഹർഷിയെ പോലെയാവാം. ഓരോരുത്തർക്കും ഓരോന്നാണ് ഭാവം വരിക. അപ്പോ കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യും. ആത്മനിയേവ സന്തുഷ്ട സ്യാത്. കാരണം എന്താ? സദാസമയത്തും ഭഗവാനെ കണ്ടതുകൊണ്ട് സന്തോഷമാണ്. പരമാത്മാവിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവനെന്താ പിടിക്കാനുള്ളത്? പരമാത്മാവിന്റെ ഒപ്പ. അവിടെ ഞാൻ എന്നുള്ള ജീവനാ, ഈ ദേഹമല്ല. ദേഹബോധം ഇല്ല, വിട്ടു. അങ്ങനത്തെ ഒരാൾക്ക് തസ്യ കാര്യം എന്ന വിദ്യത. അങ്ങനത്തെ ആൾക്ക് ഒരു കാര്യമില്ല. ഇന്നത് ഇത് ഇപ്പൊ നമുക്കൊക്കെ ഈ ശുദ്ധവായു കിട്ടിയില്ലാത്ത നമ്മൾ മരിച്ചു പോവും. അവർക്ക് ശുദ്ധവായു വേണ്ട. കാരണം ഈ
അശുദ്ധത്തിൽ നിന്ന് ശുദ്ധാക്കാനുള്ള കഴിവ് ഈ ബ്രഹ്മഭാവത്തിൽ എത്തിയതായിട്ടുള്ള ഈ ജീവനുണ്ട്. അത് ശരീരത്തിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് വ്യത്യാസം. ഭഗവാൻ പറയണു യഹാ തു ആത്മരതിഹി ഏവ സ്യാത് ആത്മതൃപ്ത ച മാനവ ആത്മനി ഏവ ച സന്തുഷ്ട അങ്ങനെയുള്ള മാനവ തസ്യ എന്തില്ല കാര്യം ന വിദ്യത ഒരു കാര്യവും പിന്നെ അറിയേണ്ട ആവശ്യമില്ല, അങ്ങനെ എത്തിക്കോളും. അപ്പൊ ശരീരാഭിമാനം ഇല്ലെങ്കിൽ, ശരീരം എന്നുള്ള ബോധമേ ഇല്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള ഒന്നും ഈ പ്രപഞ്ച അംശമായിട്ടുള്ള ദേഹത്തെ ബാധിക്കുന്നില്ല എന്നതുകൊണ്ട് ജീവൻ ഈ ശരീരത്തിൽ നിന്നും മുക്താവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കർമ്മമില്ല, അതുകൊണ്ട് കാര്യമില്ല. അതാണ് കാര്യാവസ്ഥയിൽ. ഭഗവാൻ സ്വതം എങ്ങനെയാണ്? കാരണസ്വരൂപനാണ്, കാര്യസ്വരൂപനല്ല. അപ്പോ കാരണസ്വരൂപനായിട്ട് മാറിയ ഈ ജീവന് കാര്യസ്വരൂപമായിട്ടുള്ള ഈ ശരീരത്തെ, ദേഹത്തെ, പിന്നെ ദേഹത്തിന്റെ പ്രവർത്തികളിലോ ദേഹത്തെ തന്നെയോ ഒട്ടും ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് കാര്യമില്ല എന്ന് സാരം, അതറിയുകയേ ഇല്ല. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഇനി 18ാമത്തെ ശ്ലോകം. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ തസ്യ ഇഹ കൃതേന ന ഏവ അർത്ഥഃ അകൃതേന ന കശ്ചന അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ ന ച. ഇങ്ങനെയാണ് ആ ശ്ലോകത്തിന്റെ അന്വയം. തസ്യ ഇഹ കൃതേന, അങ്ങനെയുള്ള ഈ ആത്മജ്ഞാനിയായിട്ടുള്ള ദേഹബോധം വിട്ട ജീവൻ മുക്തനായിട്ടുള്ള ഈ ശരീരത്തിലിരിക്കുന്ന ബ്രഹ്മാംശമായിട്ടുള്ള ബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഈ ആത്മജ്ഞാനിയായിട്ടുള്ള ജീവന് ഇഹ കൃതേന, എന്തെങ്കിലും ഈ പ്രദേശത്തോ ഇവിടെയോ ഈ ദേഹത്തിലിരുന്നു കൊണ്ടോ ഈ കാലത്തിലോ ഒരു കർമ്മം ചെയ്തുകൊണ്ട് എന്താ ഒരു ഫലമുള്ളത്? ന ഏവ അർത്ഥ, ഒരു പ്രയോജനവും ഇല്ല, ഒന്നും കിട്ടാനില്ല. ന ഏവ അർത്ഥ, ഒരു വസ്തുവും ഇല്ല കിട്ടാനായിട്ട്. അപ്പോൾ കർമ്മം കൊണ്ടൊരു പ്രത്യേകിച്ച് ഗുണമില്ല. അതുകൊണ്ട് കർമ്മ അതീതനായിട്ട് മാറി കർമ്മ മോചനം നേടി. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ മുക്തി ആഗ്രഹിക്കുമ്പോ എന്താ പറയാറും? കർമ്മ ബാക്കി ഉണ്ടാവരുതേ, കാമ ബാക്കി ഉണ്ടാവരുതേ. ഇപ്പൊ ഇവിടെ കർമ്മ ബാക്കി ഇല്ലാണ്ടായി തീർന്നു എന്നാണ് ഈ അവസ്ഥ പറഞ്ഞത്. ആർക്കാ ഉണ്ടാവുക? ആത്മരതിയുള്ള ആൾക്ക്, ഭഗവാനെ അറിഞ്ഞ ആൾക്ക്, ജ്ഞാനിക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമേ കർമ്മം ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. കർമ്മം നമ്മളെ വിട്ടുപോകണം, അല്ലാണ്ട് കർമ്മം നമുക്ക് ഉപേക്ഷിക്കാൻ അധികാരമില്ല. അകൃതേന ന കശ്ചന, കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് ന കശ്ചന, ദോഷമില്ലാത്തൊരവസ്ഥയിലേക്ക് അസ്യ സർവഭൂതേഷു കശ്ചിത്, ഇദ്ദേഹത്തിന് എല്ലാ ജീവജാലങ്ങളിലും ഏതെങ്കിലും കശ്ചിത് അർത്ഥവ്യപാശ്രയ, കാര്യസാധ്യത്തിനായിട്ട് ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ. വ്യപാശ്രയം, ആശ്രയം വേണ്ട, അർത്ഥവ്യപാശ്രയം അത് വേണ്ട എന്നാ വരുന്നേ ഇല്ല. എന്താ കാരണം? ഇത് വേണച്ചാലേ വേണ്ടൂ. ഒരു വസ്തു സ്വീകരിക്കണം എന്ന് വെച്ചാലേ കർമ്മം വേണ്ടൂ, ചലനം വേണ്ടൂ. കർമ്മത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു. കർമ്മം ഇയാളെ വിട്ടുപോയി. അതുകൊണ്ടാ കർമ്മയോഗം എന്നുള്ള അധ്യായമാണ് നമ്മൾ പറയണത്. ഇപ്പോ എങ്ങനെയാണ് കർമ്മയോഗമായി തീരുക? കർമ്മയോഗമായി തീരണമെങ്കിൽ ഈ ജീവാത്മാവ് പരമാത്മാവിനോട് ചേർന്ന് നിൽക്കണം, ദേഹബോധം വിട്ട അവസ്ഥയിൽ ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ കർമ്മയോഗാവില്ല. അങ്ങനെ കർമ്മയോഗം അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ ആൾക്ക് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജീവൻ മുക്തനായിട്ട് ആത്മരതി അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് തസ്യ ഇഹ കൃതേന ന ഏവാർത്ഥ, അങ്ങനെയുള്ള ആത്മജ്ഞാനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. അതേപോലെ അകൃതേന ന കശ്ചന, ഏതെങ്കിലും ഒരു തരത്തിലൊരു കർമ്മം ചെയ്തിട്ട് കർമ്മം ചെയ്യാതിരുന്നുകൊണ്ട് ഒരു ദോഷം അതുമില്ല. അസ്യ അസ്യ സർവഭൂതേഷു കശ്ചിത്, ഇദ്ദേഹത്തിന് ഏതൊരു ജീവജാലങ്ങളിലും കശ്ചിത് അർത്ഥവ്യപാശ്രയ എന്ന് വെച്ചാൽ മറ്റൊരാളെ ആശ്രയിച്ചിട്ട് ഇതിന്റെ ഫലം സ്വീകരിക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരാൾക്ക് പിന്നെ ഗുരു വേണ്ട, അങ്ങനത്തെ ഒരാൾക്ക് ആഹാരം വേണ്ട, പിന്നെ ബാക്കിയുള്ള ഒക്കെ സ്വാതന്ത്ര്യമായി. സദാസമയത്തും സന്തുഷ്ട മനസ്സനായതുകൊണ്ട് ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോ സന്തോഷം മാത്രമല്ല കിട്ടിയത്, ഒപ്പം സ്വാതന്ത്ര്യവും കിട്ടി. ഇത് രണ്ടും ഉണ്ടായാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ലേ?
വേറൊന്നും വേണ്ട, കർമ്മയോഗം കൊണ്ട് കിട്ടാൻ പോകുന്ന ഫലം ഇതാണ്. പക്ഷെ ഇത്രത്തോളം എത്തണം, എന്നാലേ കിട്ടുള്ളൂ. ന ഏവ തസ്യ കൃതേന അർത്ഥഃ ന അകൃതേന ഇഹ കശ്ചന ന ച അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ. നൈവ തസ്യ കൃതേന അർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. തസ്യൈഹ കൃതേന ന ഏവ അർത്ഥഃ അകൃതേന ന കശ്ചന അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ ന ച. ഇനി 19ാമത്തെ ശ്ലോകം. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. അതുകൊണ്ട് തസ്മാത് അസക്തഃ സതതം കാര്യം കർമ്മ സമാചരഃ അസക്തഃ ഹി ആചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. തസ്മാത് സതതം അസക്തഃ കാര്യം കർമ്മ സമാചര പുരുഷഃ അസക്തഃ കർമ്മ ആചരൻ പരം ആപ്നോതി. ഇങ്ങനെ ആരാണോ ഈ കാരണങ്ങളെ കൊണ്ട്, ഏത് കാരണങ്ങളെ കൊണ്ട്? ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന കാരണത്തെ കൊണ്ട്. തസ്മാത് സതതം എല്ലായ്പ്പോഴും, അസക്തഃ ഒന്നിനോടും ഒട്ടലില്ലാതെ കണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, കാര്യം കർമ്മ സമാചര ദേഹം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നാം അറിയാതെ കണ്ട് തന്നെ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് ശ്വാസം വലിക്ക തുടങ്ങിയവ. അത് ചെയ്തോട്ടെ, അത് അറിയുകയേ ഇല്ല. എങ്ങനെ? വായുദേവനായിട്ട് പോലും സംഘമില്ലാത്തൊരവസ്ഥയിലാ ശ്വാസം വലിക്കലേ. അത്രയ്ക്കുണ്ട് ഈ അസക്തി എന്നുള്ള ഭാവം. ഒരു ബന്ധവുമില്ല, ഒരു സംഘവുമില്ല. അങ്ങനെ കാര്യം ചെയ്യും ജീവൻ മുക്ത അവസ്ഥയിലാണ്. അതേപോലെ തന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് താഴേക്കാണ് നിൽക്കുന്നത് എങ്കിൽ ഊണ് കഴിക്കും, എല്ലാ ദിക്കിലേക്കും പോവും, പലതും അനുഭവിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നും. എന്തൊക്കെ കർമ്മം ചെയ്യണോ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ജീവനെ ബാധിക്കണില്ല, മനസ്സിനെ ബാധിക്കണില്ല. അസക്തഃ കാര്യം കർമ്മ സമാചരഃ. ഇങ്ങനെ ഒരു തരത്തിലും ഒരു ബന്ധവുമില്ലാതെ കണ്ട് അത്യാവശ്യം കർമ്മങ്ങളെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ആ പുരുഷഃ അസക്തഃ ആണ് എങ്കിൽ, ഒരു തരത്തിലും സംഘം കൂടാതെ കണ്ടാണ്, അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഫലത്തെ ആഗ്രഹിക്കാതെ കണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ കർമ്മ ആചരൻ. പുരുഷഃ അസക്തഃ കർമ്മ ആചരൻ. ഈ പുരുഷൻ, ഈ ജീവൻ ഒരു തരത്തിലും അതിന്റെ കർമ്മത്തിന്റെ ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഈ കർമ്മം ചെയ്യുന്നത് എങ്കിൽ പരം ആപ്നോതിഹി, തീർച്ചയായിട്ടും മാക്സിമത്തിലേക്ക് എത്തും. മാക്സിമം എന്നുള്ളത് മുക്തി. നമ്മൾ നേരത്തെ പറഞ്ഞത് കർമ്മമുക്തിയാണ്, ഇപ്പോൾ പറഞ്ഞത് ജീവമുക്തിയാണ്. ഇങ്ങനെ ജീവമുക്തി കിട്ടിയ ഒരാൾക്ക് കർമ്മം ചെയ്തു വെച്ചാലും അസക്തൻ എന്നുള്ള നിലയ്ക്കും, അതേപോലെ തന്നെ ഒന്നിന്റെയും ഫലത്തെ സ്വീകരിക്കാൻ ആഗ്രഹമില്ല എന്ന നിലയ്ക്ക് ഫലത്തിലും അസക്തനാണ് എങ്കിൽ, അപ്പൊ സംഘമില്ല, എന്തില്? പ്രവൃത്തിയിലില്ല, വ്യക്തികളിലോ വസ്തുക്കളിലോ ഇല്ല, ചെയ്യുന്ന കർമ്മങ്ങളിലില്ല. അത് കഴിഞ്ഞ് കർമ്മത്തിന്റെ ഫലം അതിലും ഇല്ല. കർമ്മവും അതിന്റെ ഫലവും ഭഗവാന് സമർപ്പിക്കുന്നതാണ് കർമ്മയോഗം. അപ്പൊ കർമ്മയോഗിയായിട്ടാണ് ജീവിതം. ശരിക്കും ബുദ്ധിയുള്ള ആളാ. മർത്യനാണ്, മരണ സ്വഭാവം ഉണ്ടെങ്കിലും മനീഷയുള്ളവനായതുകൊണ്ട്, മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുവെങ്കിലും തൻ്റെ ഈ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് താൻ ജീവൻ മുക്ത അവസ്ഥയിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിന് വേണ്ടത് എന്തൊക്കെയോ ചിലത് ചെയ്തു കൂട്ടുന്നുണ്ട് എന്നല്ലാതെ അത് തന്നെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുക. കാരണം താൻ ശരീരമല്ല, ജീവാത്മാവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്ക് മുക്തി ഭഗവാനാൽ തരുക തന്നെ ചെയ്യും, നിർബന്ധമായിട്ടും കിട്ടും, ഉറപ്പാ. കർമ്മയോഗത്തിന്റെ ഫലം എന്താ? തസ്മാത് സതതം അസക്തഃ കാര്യം കർമ്മ സമാചര പുരുഷഃ അസക്തഃ കർമ്മ ആചരൻ പരം ആപ്നോതിഹി. ഇപ്പൊ നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ധർമ്മം. സ്ത്രീധർമ്മം ഉണ്ടാവും, മുത്തശ്ശിമാരുടെ, മുത്തശ്ശന്മാരുടെ പലതരത്തിൽപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ ചെയ്യുന്നതിൽ മുഴുവൻ
അന്യോപകാരപ്രദമായിട്ട് ചെയ്യുന്നു. ഇതൊന്നും എനിക്ക് എൻ്റെ ജീവനെ ബാധിക്കേണ്ടതില്ല. അതിൻ്റെ ദോഷാദികളെല്ലാം ഉപേക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ പുണ്യങ്ങളെ നാം അറിയാതെ കണ്ട് ഇതിനൊരു പുണ്യമുണ്ട്. ആ ഫലം ഇതാ ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങൾ ഇതാ സമർപ്പിക്കുന്നു കേട്ടോ. ഭഗവാനായിട്ട് എൻ്റെ പേരക്കുട്ടിയായി വന്ന ഇയാൾക്ക് ഇതാ ഞാൻ എന്നാൽ ഇപ്രകാരം ചെയ്യുന്നു. നമ്മൾ കർമ്മയോഗികളല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ കർമ്മയോഗമാക്കി തീർക്കാനുള്ള സൂത്രവഴി ഇതാണ്. അങ്ങനത്തെ ആളെ കർമ്മം ബാധിക്കൂല. അപ്പോ കർമ്മത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവണം നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ചെയ്യുന്ന നിഷ്കാമ കർമ്മങ്ങളെ ചെയ്യേണ്ടത്. കടമ പോലെ, കർത്തവ്യം പോലെ ചെയ്തു വെച്ചാലും ഇനി ചെയ്യാൻ പറ്റിയില്ല വിചാരിച്ച് പരിഭ്രമിക്കണ്ട. എനിക്ക് പറ്റിയില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടൊരു കുറ്റബോധം വേണ്ട. കാരണം അതും ഒരു കർമ്മമാണ്. ഇതൊരു ബാധ്യത നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് തീരെ വയ്യ, നീക്കാൻ വയ്യ, നടക്കാൻ വയ്യ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷെ ചെയ്തില്ല വിചാരിച്ച് കുട്ടികൾ ചീത്താറിയും മറ്റേ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് വല്ലാതെ കണ്ടായി കഴിഞ്ഞാൽ എന്താ വരിക? അത് പ്രാരബ്ധമായിട്ടാണ് മാറിയതേ. അത് പ്രശ്നമാണ്. നേരെ മറിച്ച് അതിൽ നിന്നും ഒഴിവായിക്കൊണ്ട് എന്താ ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, എന്നെ ബാധിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, എനിക്ക് കൂട്ടിയാൽ പറ്റില്ല, മാറി നിന്നോളൂ, പറ്റുന്ന സമയത്ത് മുഴുവൻ ചെയ്തോളൂ. എന്താ കാരണം? അസക്തന്മാരാവണം. നിസ്സംഗ ഭാവത്തിൽ വേണം. ഒട്ടലുണ്ടാവരുത്, കർമ്മത്തിൽ ഒട്ടലുണ്ടാവരുത്. ഈ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്നതായിട്ടുള്ള പേരക്കുട്ടിയായാലും ശരി, മുത്തശ്ശനായാലും ശരി, അത് സ്വീകരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നു, നമ്മൾ കൊടുത്താൽ മാത്രമേ കിട്ടൂ എന്നൊരു ഭാവത്തിലായാൽ നമുക്ക് സംഘായി. അപ്പൊ നിസ്സംഗ ഭാവത്തിലാണെങ്കിലോ ഇത് നമ്മളെ ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയണത് അർജുനനോടാണ് പറയുന്നത്, യുദ്ധം ചെയ്യാനാണല്ലോ പറയണത്. നീ കൊന്നോ, ശത്രുഭാവത്തിലാണ്. നിന്റെ ശത്രുവല്ല, ലോകത്തിന്റെ ശത്രുവാണ്. ലോകത്തിന്റെ ശത്രുക്കൾ എൻ്റെ ശത്രു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ നയിക്കാൻ വേണ്ടിയിട്ട് സൂതനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നീ ചെയ്യുന്നത് നീയല്ല ചെയ്യുന്നത്, ഞാൻ ചെയ്യിക്കുന്നതാണെന്ന് കണക്കാക്കിയാലും എനിക്ക് വിരോധമില്ല. ഞാനും നിഷ്കർമ്മിയാണ്, നിഷ്കാമനാണ്. നിനക്ക് എന്തുകൊണ്ട് ആഗ്രഹമൊന്നുമില്ലല്ലോ, രാജ്യം ഭരിക്കണം, കേമായിട്ട് വല്ല മോഹമുണ്ടോ? ഇല്ല. നിന്റെ ബന്ധുക്കളെ നിനക്ക് കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. നീ ഹിംസയാണോ ചെയ്യുന്നത്? അല്ല. ഇങ്ങനെ അർജുനനെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളും അതില് എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് നിസ്സംഗ ഭാവത്തില് നിഷ്കാമനായിക്കൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കണ്ട് എന്നാൽ കടമയായിട്ട് അത് ചെയ്യുകയും വേണം. ശരീരമുള്ളവർക്കൊക്കെ കർമ്മമുണ്ട്. തസ്മാത് അസക്ത സതതം, എല്ലാ സമയത്തും ആസക്തി ഇല്ലാത്ത ഭാവത്തില്, നിസ്സംഗ ഭാവത്തില് കാര്യം കർമ്മ സമാചര, ഈ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അസക്ത ഹി ആചരൻ, ഇങ്ങനെ അസക്തി ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത് എങ്കിലോ ഈ കർമ്മം കർമ്മമായിട്ടേ വരില്ല. അത് കർമ്മയോഗമായിട്ട് മുക്തിക്ക് കാരണമായി തീർന്നു. അതുകൊണ്ട് പരം ആപ്നോതി പൂരുഷ, ഈ ജീവൻ ഈ പരം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര, അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. ഇങ്ങനെ 19ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 20ാമത്തെ ശ്ലോകത്തില് കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാധയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ജനകാധയ, ഇനി കുറച്ച് ഉദാഹരണം പറയാം. ജനകൻ തൊട്ടുള്ള രാജർഷിമാര്, രാജർഷി, ദേവർഷി, ബ്രഹ്മർഷി. സാധാരണ ദേവർഷിയായിട്ട് നാരദനെയും ബ്രഹ്മർഷിയായിട്ട് വസിഷ്ഠൻ തൊട്ടുള്ളവരെയും പറയും. രാജാക്കന്മാരിൽ ജനകൻ അല്ലെങ്കിൽ മിഥില രാജാവിനെ പറയും. അങ്ങനെ മാത്രമല്ല, അംബരീഷനായാലും സൂര്യവംശ രാജാക്കന്മാരായാലും പലരും ഈ രാജർഷിമാർ തന്നെയാണ്. എല്ലാവരും രാജർഷിയാണെന്ന് വെക്കണ്ട. മഹാഭക്തന്മാരായിട്ട് ഈ ഭാഗവതത്തിൽ പറഞ്ഞ പലരും ബ്രഹ്മർഷികളോ രാജർഷികളോ ദേവർഷികളോ ആണ്. അപ്പൊ അങ്ങനെയുള്ള ജനകൻ തൊട്ടുള്ള ആ രാജാക്കന്മാരെ കർമ്മണായേവ സംസിദ്ധിം ആസ്ഥിതാഹ, ഈ നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷിയുടെ ഗുരുവായിട്ടാണ് ഈ ജനകനെ നമുക്ക് കാണിച്ചു തരുന്നത്. ശ്രീശുക ബ്രഹ്മർഷി ജന്മനാ തീവ്ര വൈരാഗ്യ. അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ യോഗ്യനായത് ഗൃഹസ്ഥനായിട്ടുള്ള രാജാവായിട്ടുള്ള രണ്ടും രണ്ട് ഭാവമാണ്. ഗൃഹസ്ഥൻ, നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാ, പക്ഷെ നമ്മളാരും ഭരിക്കുന്നില്ല. നമ്മൾ ഭരിക്കുന്നുണ്ട് എങ്കിലും
ഭരണത്തിന് അതിൻ്റെതായ ക്ഷാത്രവീര്യം അത് ചെലുത്തുമ്പോണ്ടാവുന്ന റിട്ടേൺസ് ഉണ്ട്. ആ റിട്ടേൺസ് സ്വീകരിക്കുന്ന ഈ ജനകന് ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ തീവ്രവൈരാഗ്യമായിട്ടുള്ള ഒരാളെ, ഒരു ബന്ധമില്ലാത്ത ആളെ പഠിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ ജനകാദേഹ കർമ്മണായേവ സംസിദ്ധിം ആസിതാഹ, ജ്ഞാനത്തെ, സിദ്ധിയെ, ജ്ഞാനമാകുന്ന സിദ്ധിയെ പ്രാപിച്ചവരാണ്. അപ്പൊ നമ്മളിപ്പോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭാര്യയാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, പേരക്കുട്ടിയാണ്, മുത്തശ്ശനാണ്, മുത്തശ്ശിയാണ്. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്ക് അവരവരുടേതായ കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. അന്യനാട്ടിൽ പോയിട്ട് സർവൻസിനെ പോലെ മക്കളുടെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുക, പേരക്കുട്ടികളുടെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ നിഷ്കാമരാണ് എങ്കിൽ, നിസ്സംഗമായിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിൽ ഈ ജനകന്മാരെ പോലെ തന്നെയാണ്. കർമ്മം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ബാധിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കിട്ടിയത്? ജ്ഞാനമാണ് കിട്ടിയത്. കർമ്മോ കർമ്മത്തിന്റെ ഫലമല്ല. കാരണം ഈ കുട്ടിയിലും ഈ മുത്തശ്ശനിലും കാണുന്നത് എന്താ? ഈശ്വരനെയാണ്. അപ്പോ ചെയ്യുന്ന കർമ്മങ്ങള് ആ ഈശ്വരനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജ്ഞാനമാണ്, അത് ഫലമല്ല. അതുകൊണ്ട് ഫലസ്വീകാരം സംഭവിക്കണില്ല. ജനകാദേഹ കർമ്മണായേവ സംസിദ്ധിം ആസിതാഹ. നമ്മളെ പോലെയുള്ളവര് ജനിച്ചവരാണ്. അപ്പോ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താ വേണ്ടത്? നിഷ്കാമമാവട്ടെ, അതേപോലെ നിസ്വന്മാരായി തീരട്ടെ. കർമ്മവും കർമ്മത്തിന്റെ ഫലവും നമുക്ക് കിട്ടും. അതിനെ ഉപേക്ഷിക്കുക എന്ന ഭാവത്തിൽ, ദാനം കൊടുക്കുക എന്ന ഭാവത്തിൽ, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തുക. അതാണ് നിസ്വൻ എന്നുള്ള അർത്ഥത്തിൽ. ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ ബാക്കിയില്ല. നിഷ്കിഞ്ചനന്മാരാണ്. ഉണ്ടായിട്ടും വേണ്ട. അംബരീഷൻ അങ്ങനെയാണ്, നിഷ്കിഞ്ചനാണ്, ഉണ്ടായിട്ടും വേണ്ട. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? ഭഗവാനെ അറിയുക എന്ന ജ്ഞാനമാണ്. അപ്പൊ ജനകൻ എന്താ കിട്ടിയത്? സീതയെ കിട്ടി. ആരാ സീത? ആത്മജ്ഞാനമാണ് സീത. ജനകാദേഹ കർമ്മണായേവ സംസിദ്ധിമാസിതാഹ. കർമ്മം കൊണ്ട് തന്നെയാ. കർഷകനായിരുന്നു. അതുകൊണ്ടാണ് ഉഴണ സമയത്താ കിട്ടിയത് സീത. കിട്ടി. ഉഴുക എന്നുള്ളത് കർമ്മം ചെയ്യൽ എന്നർത്ഥമാണ്. അത് യാഗാദികളാവാം, പൂജാദികളാവാം, ഏതു തരത്തിൽപ്പെട്ട കർമ്മങ്ങളും ആവാം. ഉഴല് എന്നുള്ളത് മറ്റേ ഈ കൃഷി ചെയ്യൽ മാത്രമല്ല, നിലം ഉഴല് മാത്രമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതിൽ നിന്നാണ് ആത്മജ്ഞാനം കിട്ടുക. അങ്ങനെ ജ്ഞാനത്തെ കിട്ടിക്കഴിഞ്ഞാൽ സംസിദ്ധിം ആസിതാഹ. അതെങ്ങനെയാ? ലോകസംഗ്രഹം ഏവ. ഈ ലോകത്തിനെ മുഴുവൻ അതിന്റെ മാക്സിമത്തിലുള്ള ക്ഷേമഭാവത്തെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ നിലമുഴുന്നത്? ധാന്യം വിതയ്ക്കാൻ. ധാന്യം വിതച്ചാൽ എന്താ ഉണ്ടാവുക? ധാരാളം നെല്ല് കിട്ടേ. ഗോതമ്പോ നെല്ലോ അയ്യവോ എന്തായാലും വേണ്ടി എന്താ കിട്ടും, കൈക്കോലും കിട്ടും. കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടാ. ലോക സംഗ്രഹം ഏവ. നമ്മുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെ ആവണം. ഞാൻ പറയുന്നത് എനിക്ക് മാത്രമല്ല, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ രണ്ട് പ്രവൃത്തി അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ നമ്മൾ ജനകന്മാരായിട്ടുള്ള നമ്മള് ഇവിടെ ജ്ഞാനത്തെയാണ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, നേടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ നിന്നും എങ്ങനെ ഒഴിവായി പോകാം എന്ന വൈരാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വേണ്ട 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 എന്ന് എങ്ങനെയാണോ കിട്ടുക, ആ വൈരാഗ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടാ ഈ ജ്ഞാനത്തെ നേടുന്നത്. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയുടെ മക്കളാ. ഭക്തി എന്നുള്ളത് ഇതിപ്പോ കേൾക്കാനുള്ള ഒരു ഭാവത്തിൽ നമ്മൾ ഇരിക്കുക, ഒരു ശുശ്രൂഷ ഭാവ. ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതും ഇച്ഛാ ശുശ്രൂഷ. ഈ ശുശ്രൂഷ ഭാവത്തിൽ ഇവിടെ ഇരിക്കണമെങ്കിൽ ഭഗവത് കൃപയില്ലാതെ കണ്ട് ഇരിക്കാൻ സാധിക്കില്ല. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞാലാണ് നാം ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെ മാറ്റി തീർക്കണം. ഇപ്പൊ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അതിനെങ്ങനെ മാറ്റണം, ഏത് പ്രകാരത്തിൽ ചെയ്താൽ നമ്മളെ ബാധിക്കാതിരിക്കും, നമുക്ക് മുക്തി കിട്ടും. അതിനാണ് ഗീതാശാസ്ത്രം. ഗീതം ആണ്, ജ്ഞാനമാണ്. അതിനെ വിസ്തരിച്ച് പറയുകയാണ്. അപ്പൊ കർമ്മണ ഏവ ഹി സംസിദ്ധിം ആസിത ജനകാദയ. എന്തിന്? ലോകസംഗ്രഹം ഏവ. ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയോ സംപശ്യൻ അഭി. ഇനി ഇങ്ങനെയേ നമ്മൾ വിചാരിക്കാവൂ. നമുക്കെല്ലാം അറിയാം. നമുക്കെന്താ അറിയാം? നമ്മൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ആണെങ്കിലും ശരി, എന്താ വേണ്ടത്? ലോകഹിതാർത്ഥം.
നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്തും അർഹസി. കർമ്മത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട് കർത്താവായി തീരുക തന്നെ വേണം, ചെയ്യുക തന്നെ വേണം. ചെയ്യാതിരിക്കരുത്. ജനകൻ ചെയ്തതാ, രാജ്യത്തെ ഭരിച്ചു നന്നായിട്ട്. നമ്മളും രാജ്യത്തെ ഭരിക്കണം. നമ്മുടെ പ്രവൃത്തി, നമ്മൾ ചോറുണ്ടാക്കണു, കൂട്ടാണ്ടാക്കണു, ഉപ്പേരുണ്ടാക്കണു, ഊണ് കഴിക്കണു, കിണ്ണം മോറണു, അടച്ചു വയ്ക്കണു, വസ്ത്രം എടുക്കണു, അലക്കണു, തിരുമ്മണു, ഉപയോഗിച്ച സ്ഥലത്തെ അടിച്ചു വാരി വൃത്തിയാക്കണു. എല്ലാ പണിയും നമ്മൾ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ പറ്റിയതായിട്ട് അഴുക്കുകളെ നമ്മൾ കോൾട്ടാർ സോപ്പ് കൊണ്ട് തേച്ച് കളയണം. മനസ്സിനെ ബാധിച്ചായിട്ടുള്ള മാലിന്യങ്ങളെ ഗീതോപദേശം പോലെയുള്ളതിനെ കേട്ടുകൊണ്ട് ശുദ്ധമാക്കി തീർക്കണു. വാഷിംഗ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാത്? ലോകഹിതാർത്ഥം, നമുക്ക് വേണ്ടിയിട്ടാ. നമുക്ക് മാത്രല്ല, നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ സംഘം ഓരോരുത്തർക്കും ഉണ്ട്, അവർക്ക്, നമ്മുടെ അനന്തരാവകാശികൾക്ക്, നമ്മുടെ പിൽക്കാലത്ത് വരുന്ന പരമ്പരയ്ക്ക് ശുദ്ധമാവാൻ വേണ്ടിയിട്ടാ. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട് കർമ്മത്തിന്. കർമ്മണായേവഹി സംസിദ്ധിം, അതല്ലാതെ കണ്ട് കിട്ടില്ല. ജനകാദികൾ പോലും ആസിതാഹ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ലോകത്തിന്റെ ഗുണത്തിന്, ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അപ്രാപ്യമായിട്ടുള്ള വസ്തുവിനെ അവിടേക്ക് എത്തിക്കൽ. ഈ ജീവനാകുന്ന ബ്രഹ്മാംശത്തെ റോക്കറ്റ് വഴി പുണ്യമാകുന്ന പലതിനെയും സ്വീകരിച്ചുകൊണ്ട്, ഇന്ധനമാക്കിയെടുത്തുകൊണ്ട്, അതിനെ ഈ ഭേദിക്കേണ്ടതായിട്ടുള്ള അന്തരീക്ഷത്തെ ആയാലും വേണ്ടില്ല, ഈ സംഘത്തെ മുഴുവൻ, കർമ്മമായാലും വേണ്ടില്ല, കാമമായാലും വേണ്ടില്ല, അതിന്റെ ബാക്കികളെ മുഴുവൻ മുറിച്ച് തുളച്ച് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിസ്വനായിക്കൊണ്ട് ഇതിനെ അവിടേക്ക് എത്തിക്കണം. പിന്നെ ഈ പോകുന്ന റോക്കറ്റ് ഇല്ല, ഇന്ധനം കൊണ്ടുവന്നതായിട്ടുള്ള പ്ലേറ്റ് ഇല്ല. അവിടെ ചെല്ലുമ്പോൾ ഈ ജീവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതങ്ങോട്ട് ലയിച്ചു ചേരും. അതായിട്ട് മാറിയിട്ട്, നെയ്യായിട്ട്, വെണ്ണയിലെ ജലാംശം പോലും ഇല്ല. അങ്ങനെ അതിലേക്ക് നമുക്ക് ചേർക്കാൻ സാധിക്കും. അതാണ് ഈ ക്ഷേമം. അത് നമുക്ക് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തെ. അങ്ങനെ ലോകക്ഷേമാർത്ഥം ജനകാദയഃ കർമ്മണ ഏവ ഹി സംസിദ്ധിം ആസ്ഥിതാഃ. അപ്പോഴോ സമ്പശ്യൻ അപി കർത്തും അർഹസി. അത് ആർക്കേ ചെയ്യാൻ സാധിക്കുള്ളൂ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, വിചാരിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, കണ്ടിട്ട് കേട്ടിട്ട് എന്തൊക്കെയാച്ചാൽ അതൊക്കെ ജ്ഞാനം നേടി കർമ്മത്തെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർമ്മത്തിന്റെ ഫലത്തെ സ്വീകരിക്കാതെ കണ്ടിരിക്കുന്നു. കർമ്മത്തെയും കർമ്മഫലത്തെയും ഭഗവാനാകുന്ന ഈ ലോകത്തിലെ ഓരോരുത്തർക്കും വിതരണം ചെയ്തുകൊണ്ട്, നിസ്വനായിക്കൊണ്ട് അവരെ ഓരോരുത്തരെയും ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ആരാ യഥാർത്ഥത്തിലുള്ള ജനകൻ? നമ്മളാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. കർമ്മണ ഏവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. ഇങ്ങനെ 20ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു. ഇനി 21ാമത്തെ ശ്ലോകം കൊണ്ട് പറയണത് യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജന സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഇനി ശ്രേഷ്ഠഃ യത് യത് ആചരതി ഇതരഃ ജനഃ തത് തത് ഏവ സഹ യത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ. അത്ര പ്രാധാന്യമുണ്ട്. ഗുരുനാഥൻ ആരാവണം, ആചാര്യൻ ആരാവണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എല്ലാം അറിയണം, എല്ലാം ആചരിക്കുക തന്നെ വേണം, എല്ലാം പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ആചരിക്കുന്നവൻ ആചാര്യനും പറഞ്ഞു കൊടുക്കുന്നവൻ ഗുരുവും. നല്ലവണ്ണം സ്വീകരിക്കുന്ന ഭാവത്തിൽ വിദ്യാർത്ഥി, നല്ലവണ്ണം അറിഞ്ഞതിനെ പ്രയോഗിക്കുന്നത് പ്രയോക്താവായിട്ടുള്ള പുരോഹിതൻ, അതിന്റെ മാക്സിമത്തിൽ അതിന്റെ ഗുണഫലത്തെ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന ഗുരുത്വം. ഇത് മുഴുവൻ ആചരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്താലേണ് ഇത് ആ ഭാവത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് കാണിച്ചു കൊടുക്കുന്ന കൃഷ്ണൻ, ആചാര്യൻ, ഗുരു. കൃഷ്ണന് മാത്രമേ ഈ ഭാവമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളും അതേപോലെ ആവണം. എന്താ കാരണം? ശ്രേഷ്ഠ യത് യത് ആചരതി ഇതരഃ ജനഃ തത് തത് ഏവ.
ആചരതി. അതാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള വലിയവര്, അല്ലെങ്കിൽ ജ്ഞാനികള്, അല്ലെങ്കിൽ ഈ ആചാര്യന്മാര് യത് ആചരതി, എന്തൊക്കെ കർമ്മത്തെയാണോ ചെയ്യുന്നത് അത് മുഴുവൻ ഇതരഹ ജനഹ, മറ്റുള്ള എല്ലാവരും തത് ഏവ ആചരതി, അത് തന്നെ ആചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ വലിയ ആൾക്കാർ ചെയ്യുമ്പോ അത് ചെറിയ ആൾക്കാരും ചെയ്യും. അച്ഛൻ ചെയ്താൽ മകൻ ചെയ്യും, ഗുരു ചെയ്താൽ ശിഷ്യൻ ചെയ്യും, രാജാവ് ചെയ്താൽ പ്രജകൾ ചെയ്യും, ഭർത്താവ് ചെയ്താൽ ഭാര്യ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ശ്രേഷ്ഠ യത് ആചരതി, ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ ഓരോരുത്തരും എന്ത് ചെയ്യുമ്പോഴും നല്ലോണം മനസ്സിരുത്തണം. മറ്റൊരാൾ ഇത് കാണുവോ കേൾക്കുവോ? 19 ആൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. 4 ദിക്കുകളും രാത്രിയും പകലും സന്ധ്യ തൊട്ടുള്ള ഓരോന്നും, ഈ പഞ്ചഭൂതങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, കാലവും കണ്ടുകൊണ്ടിരിക്കുക, ധർമ്മദേവനും കണ്ടുകൊണ്ടിരിക്കുക, അന്തരീക്ഷം കണ്ടുകൊണ്ടിരിക്കുക. 19 സാക്ഷികളാ. അപ്പോ ഈ ആചാര്യൻ, ജ്ഞാനിയായിട്ടുള്ള ഒരു ആചാര്യൻ കർമ്മത്തെ വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആരും കാണുന്നില്ല വിചാരിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തപ്പും കുടിയും തുളിയൊക്കെ ഉണ്ടായി. അപ്പോളാ ഭഗവാൻ വന്ന് പറഞ്ഞത്, നിങ്ങൾ എന്താ നഗ്നരായിട്ട് കുളിക്കണ ചോദിച്ചത്. നാരദൻ വന്നിട്ട് യമളാർജുനന്മാരോട് പറഞ്ഞെന്താ? യമളാർജുനന്മാര് ആ ഒരു ഭാവത്തിലാണേ. ശിവപാർഷദന്മാരാ, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിങ്ങനെ ഈ ഗംഗയില് കള്ളും കുടിച്ച് സ്ത്രീകളുടെ ഒപ്പം വേണ്ട, നഗ്നരായിട്ടേ മാനം പോയിട്ട് ഇങ്ങനെ നിൽക്കുക. മരാക്കി നാരദനെ. കൃഷ്ണൻ വന്നു, മുക്തി കൊടുത്തു. അപ്പൊ നമ്മൾ നല്ലോണം മനസ്സിരുത്തണം. ദേവനായിട്ട് കാര്യമൊന്നുമില്ല, ആചാര്യനായിട്ട് കാര്യമില്ല, ഗുരുവായിട്ട് കാര്യമില്ല, ധനവാനായിട്ട് കാര്യമില്ല, അധ്യാപകനായിട്ട് കാര്യമില്ല. ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അത് മറ്റുള്ളവര് അനുവർത്തിച്ചു കഴിഞ്ഞാൽ, അനുസരിച്ചു കഴിഞ്ഞാൽ, അനുകരിച്ചു കഴിഞ്ഞാൽ സഹായത് പ്രമാണം കുരുതേ. കാരണം എന്താ? ഈ ആചാര്യനെയാണ് പ്രമാണാക്കുക. കൃഷ്ണൻ പലപ്പോഴും പറയണ്ടേ, ഞാനത് ചെയ്യാതിരുന്നാൽ അർജുന എന്നെ ആൾക്കാരെ അനുകരിക്കില്ലേ? ലോകഹ തത് അനുവർത്തതേ ഹി, ലോകര് അത് അനുവർത്തിക്കുക തന്നെ ചെയ്യും, അനുകരിക്കുക തന്നെ ചെയ്യും, അനുസരിക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്താണ്ടാവുക? കുറ്റം അവർക്കാണോ എനിക്കാണോ? അതുകൊണ്ട് ഞാനിത് ചെയ്യുക തന്നെ ചെയ്യും. എന്തിനാ കൃഷ്ണ അത് ചെയ്യണമെന്നാ ചോദിച്ചതേ? ഉദ്ധവനും ചോദിച്ചു, അർജുനനും ചോദിച്ചു, രണ്ടാളോടും പറഞ്ഞു എന്ത്? ഞാൻ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ നിഷ്കർമ്മിയാണ്, എന്നെ ഈ കർമ്മം ബാധിക്കില്ല. ഞാൻ നിസ്വനാണ്, കർമ്മത്തിന്റെ ഫലം എനിക്കല്ല, ഞാൻ എടുക്കണില്ല. നിങ്ങൾക്ക് തോന്നുന്നു എന്നേ ഉള്ളൂ. രാസക്രിയയുടെ കണ്ട് പഠിക്കൂ. ശിവൻ പഠിക്കാൻ ഇവിടെ വന്നു, അവിടെ ഇരുന്നിട്ട് പറ്റിയില്ല അത്ര, കൈലാസത്തിൽ ഇരുന്നിട്ടേ. കൂടെ കൂടി രാധയോടൊപ്പം കൂടിയപ്പോഴാ മനസ്സിലായത്, ആ കൃഷ്ണൻ എന്റെ അടുത്ത് കൃഷ്ണൻ ഇല്ല അല്ലേ. അപ്പൊ കൃഷ്ണൻ മായ പ്രയോഗിച്ചു. അപ്പൊ കൃഷ്ണൻ കൂടെ ഉണ്ട് തോന്നിയതാ. അതാണ് യഥാർത്ഥത്തിലുള്ള പാഠം. എങ്ങനെയാണോ വേണ്ടത് അതിനെ കൃഷ്ണൻ ചെയ്ത് കാണിച്ചു, അനുഭവിപ്പിച്ചു. സുരതം, ഗോപികമാരെ കുറിച്ച് വേശ്യ എന്ന് പറഞ്ഞു. പല്ലവ പെണ്ണുങ്ങള് അവരെ സുരതം ചെയ്തു എന്നാണ്. ഭഗവാനുമായിട്ട് രതം, രതി, മാക്സിമത്തിലുള്ള ഭാവമാണ് ചേരൽ, ഒട്ടൽ, ഒന്നായി തീരല്. നെയ്യും കൂടി ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും? രണ്ടും കൂടി കണ്ടുപിടിക്കാൻ പറ്റുമോ? നെയ്യും കൂടി ചേരലും പാലും വെള്ളവും കൂടി ചേരുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താ? നെയ്യ് തന്നെയാണ്, വ്യത്യാസമില്ല. പാലും വെള്ളമായാൽ നേർത്തു, പാലല്ലാണ്ടേ അതിന്റെ ഗുണത്തിന് വ്യത്യാസം വന്നു. നെയ്യിലേക്ക് വെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ വെണ്ണയിൽ വെള്ളമുണ്ട്. നെയ്യുമായിട്ട് ചേരണം. അത്ര ശുദ്ധകളായിരുന്നു ഈ ഗോപികമാര്. രുക്മിണിയോട് പറഞ്ഞു കൃഷ്ണൻ. എന്താ പറഞ്ഞത്? രുക്മിണി, ഗോപികാഭാവത്തിലെത്താൻ രുക്മിണിക്ക് പറ്റില്ല കേട്ടോ, എളുപ്പല്ല. ശ്രേഷ്ഠ യത് ആചരതി, ശ്രേഷ്ഠന്മാർ എന്താണോ ആചരിക്കുന്നത്, ഇതരഹ ജനഹ തത് ഏവ ആചരതി, അത് ആചരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അച്ഛനായാലും മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും പേരക്കുട്ടികളായാലും അമ്മയായാലും ചെയ്യേണ്ടത് നല്ലോണം മനസ്സിരുത്തി ചെയ്യണം. അതാണ് അവരെ അനുസരിക്കുക. ഇന്നലെ മിനിയാന്ന് നാരായണീയം ചെയ്ത സമയത്ത് ഞാൻ അവിടെ പറഞ്ഞതും ഇതേ കാര്യമാണ്. അവിടെ കുട്ടികളാരും വന്നേർന്നില്ല. നമ്മുടെ ഇപ്പൊ ഈ ഗ്രൂപ്പിലും കുട്ടികൾ ആരുമില്ല. ഇത് റെക്കോർഡ് ചെയ്താൽ പോലും കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണില്ല. കുട്ടികൾ ഇങ്ങനത്തെ ആണെച്ചാൽ ആ മൊബൈലിനെ തന്നെ അവർക്ക് വേണ്ട. അഥവാ മൊബൈൽ എടുക്കാച്ചാൽ
അത് സ്ഥാനം മാറ്റും. വേറെന്താണ് കാണുക. അപ്പോ അവരിലേക്ക് ഇത് എത്തിച്ചാൽ മാത്രമേ നാം പഠിക്കുന്നതിൽ നമുക്ക് ഗുണമുള്ളൂ. എങ്കിലും നമ്മൾ പഠിക്കാതിരിക്കരുത്. കാരണം ആത്മാവൈ പുത്ര, നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ സ്വീകരിക്കുന്നതിനെ ഭഗവാൻ എപ്പോഴാണോ അവർക്ക് അർഹത അപ്പോൾ കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ നമുക്കൊരു കടമയുണ്ട്, നാം അവരോട് പറയുക തന്നെ വേണം. അവർ ചെയ്യാതിരിക്കെ, നമ്മളെ അപമാനിക്കുക, എന്താ ചെയ്തോട്ടെ, പക്ഷേ അവരോട് പറയൂ, ഇത് കേൾക്കുക തന്നെ വേണം. പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കേൾക്കൊന്നും വേണ്ട, നമ്മൾ കമ്പൽ ചെയ്യേണ്ട, അടിക്കാൻ പിടിക്കാനൊന്നും പോണ്ട. ചെയ്തില്ല വിചാരിച്ച് പരിഭവം വേണ്ട. ഞാൻ പറഞ്ഞാൽ കൂട്ടാക്കണമെന്നില്ലേ, അതുകൊണ്ട് ഞാനീ പറയണമെന്നില്ല. അങ്ങനെയല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവര് ചെയ്യാതിരിക്കേ, കേൾക്ക്, പാട്, എന്താ ആയിക്കോട്ടെ. പക്ഷേ ആവർത്തിച്ച് ഒരു കാര്യം പറയുമ്പോൾ അതിൽ എന്തോന്നുണ്ട് എന്നുള്ളത് ആ ജീവന് തോന്നും. ഇപ്പൊ കുട്ടിയവസ്ഥയാ. കുറച്ച് കഴിഞ്ഞാൽ ഒരു സങ്കടം വരുമ്പോ, അല്ലെങ്കിൽ ഒരു ഭയം വരുമ്പോ, അതിൽ നിന്ന് മോചനം നേടാൻ എന്താ വേണ്ടതെന്ന് സ്വയം ആ ജീവൻ വിശകലനം ചെയ്യുമ്പോ, ആ ശരീരത്തിലിരിക്കുന്ന ഭാവത്തിലും ഈ ജീവൻ ഒരു പക്ഷേ ഇത് ചിന്തിക്കാം. ചിന്തിച്ചു കഴിഞ്ഞാലോ, യദ്യദാചരതി ഇതരഹ ജനഹ തത് ഏവ ആചരതി. അപ്പോൾ ആ കുട്ടികൾക്ക് അത് ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇത് അന്തരീക്ഷത്തിൽ നിലനിൽക്കും. എപ്പോഴാണോ ഉപയോഗിച്ചാൽ അപ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതിനെ പ്രമാണമായിട്ട് വിചാരിക്കണം. എന്ത്? ഈ ഭഗവാന്റെ വാക്കിനെ മുഴുവൻ, ഭക്തന്മാരുടെ അനുഭവത്തെ മുഴുവൻ, ഗുരുക്കന്മാർ എപ്രകാരത്തിലാണോ വിദ്യ പകർന്നു കൊടുക്കുന്നത് അത് മുഴുവൻ. യത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ. ഈ നിയമത്തെ അറിഞ്ഞുകൊണ്ട് വേണം ഓരോരുത്തരും അവരവരുടെ പ്രവർത്തികളെ ചെയ്യാൻ. എല്ലാ കാര്യത്തിലും എത്ര നിസ്സാരമാണെങ്കിലും എത്ര വലിയതാണെങ്കിലും ഒരേപോലെ ഈ നിയമത്തെ ആലോചിച്ച് അത് അറിഞ്ഞുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കരുത്, ചെയ്യുക തന്നെ വേണം. ഭഗവാൻ തുടങ്ങിയിടത്തുനിന്ന് അവസാനിപ്പിക്കുന്നതും ഒരു ഘട്ടം അവസാനിപ്പിക്കുന്നതും ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അടുത്ത ശ്ലോകത്തിലാണ് അത് പറയണത്. 22ാമത്തെ ശ്ലോകം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 21 ഒരു ഘട്ടമാണ്, പക്ഷെ അതിന്റെ ഒരു പൂർത്തീകരണം 22ാമത്തെ ഇതിലാണ്. ഇനി നാളെ തുടങ്ങുമ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് 23ാമത്തെ ശ്ലോകം തുടങ്ങുക. അപ്പൊ അത് ഇന്ന് 22 ഇതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളും മുഴുവൻ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ തക്കവണ്ണം അനുകരിച്ചു കഴിഞ്ഞാലും ചെയ്തു കഴിഞ്ഞാലും ദോഷമില്ലാത്ത ഭാവത്തിലേക്ക് നാം നിശ്ചയിച്ചു കൊണ്ട് തന്നെ ചെയ്യണം എന്ന് ഭഗവാൻ ഓർപ്പിക്കുകയാണ് ഉണ്ടായത്. യദ്യദാചരതി ശ്രേഷ്ഠ തത് ഏവ ഇതരഃ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ. യദ്യദാചരതി ശ്രേഷ്ഠസ്തദ്ദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ന മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. അല്ലയോ പാർത്ഥ, ത്രിഷു ലോകേഷു മേ കർത്തവ്യം ന അസ്തി അനവാപ്തം അവാപ്തവ്യം കിഞ്ചന ന കർമ്മണി ഏവ വർത്തതേ. പാർത്ഥ, അർജുന, നമ്മളെ പോലെ ഓരോരുത്തരുടെയും പേര് വിളിക്കുകയാണ്, ആരായാലും വേണ്ടില്ല. ത്രിഷു ലോകേഷു, 3 ലോകങ്ങളിലും മേ കർത്തവ്യം നാസ്തി. കൃഷ്ണൻ പറയാ, എനിക്ക് ഈ 3 ലോകത്തിൽ ഒരു കർത്തവ്യമില്ല, ഒരു കർമ്മമില്ല അർജുന, ഒരു ഉത്തരവാദിത്വം ഇല്ലാന്നാ. എന്താ കൃഷ്ണൻ പറഞ്ഞത്? എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നീ വേണച്ചാ കൊടുക്കാ പറയണത്. യഥേച്ഛസി തഥാ ഗുരു. ഭഗവാൻ പറയണ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന്. ചർച്ച ചെയ്തു ഞങ്ങള് അവിടെ 3 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് ദോഷം ചെയ്യിക്കുന്നത് ആരാന്നാ ചോദിച്ചത്. ആ, ഗൃഹനാഥൻ. വയസ്സ് കുറേ ഉണ്ട് കേട്ടോ. കൃഷ്ണനല്ലേ എന്നാ ചോദ്യം. കൃഷ്ണനല്ല. എന്താ, ആരാ നമ്മളെ കൊണ്ട് ഈ കർമ്മം ചെയ്യിക്കുന്നത്? പൂർവജന്മ കർമ്മത്തിന്റെ ബാക്കി, കാമത്തിന്റെ ബാക്കി, ഫലം അനുഭവിക്കുന്നതിന്റെ ബാക്കി. അപ്പൊ ഈ സഞ്ചിതമാണ് പ്രാരബ്ധത്തെ പ്രേരിപ്പിക്കുന്നത്. അതിൽ ഈശ്വരന് പങ്കില്ല. ഇനി നമ്മൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ട്
ഇവിടെ ഇത് ആവശ്യം വന്നു എങ്കിൽ, നമുക്ക് തോന്നൽ വന്നു, പ്രേരണ കിട്ടിയെങ്കിൽ അതിന്റെ ഗുണദോഷങ്ങളെ ചിന്തിക്കാനുള്ള അറിവിനെ തരുന്നതാണ് ഈ ഗീത പോലുള്ള പുരാണായാലും ശരി, ഇതിഹാസമായാലും ശരി, വേദമായാലും ശരി, എന്താ 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവുകളും. ജ്യോതിഷയുടെ അടുത്തേക്ക് പോണ്ട, ജ്യോതിഷം ഇതിലുണ്ടേ. അപ്പോ 3 ലോകത്തിലും ഭഗവാന് കർമ്മമില്ല എങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പൂർവജന്മത്തിലുള്ള ബാക്കിയാണ് നമ്മെ കൊണ്ട് ഇപ്പോ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നല്ലത് മാത്രമേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ ഇതേപോലെ ചീത്ത കയറി വരും. ആ ചീത്ത കയറി വരാതിരിക്കാൻ വിശകലനം ചെയ്യാൻ ഭഗവാൻ തന്നതാണ് ബുദ്ധി. ആ ബുദ്ധിയെ ഉപയോഗിക്കണം, എപ്പോഴും ഉപയോഗിക്കണം, ഫുൾ ടൈം. ബുദ്ധി സദാസമയത്തും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, വേണ്ടതും വേണ്ടാത്തതും വിശകലനം ചെയ്തിട്ടില്ലെങ്കിൽ നാം അറിയാതെ കണ്ട് വഴുതിപ്പോവും. ഇത് കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികള് ഈ മയക്കുമരുന്നിന്റെ അവിടേക്ക് പോവില്ല, ഹിംസ ചെയ്യാൻ പോവില്ല, ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവില്ല, അന്യജാതിയിൽ പോയിട്ട് കല്യാണം കഴിക്കില്ല. ഈ അറിവ് നമ്മൾ പറഞ്ഞു കൊടുത്താലേ, നമ്മൾ പറഞ്ഞു കൊടുക്കേ വേണ്ടു. കമ്പൽ ചെയ്യണ്ട, നിർബന്ധിക്കണ്ട. അവരുടെ കർമ്മയോഗത്തിനനുസരിച്ച് അവർ വരിക. എന്നാ എങ്ങനെയാച്ചാ അങ്ങനെ ആയിക്കോട്ടെ വിചാരിക്കരുത്. അപ്പൊ നമ്മൾ തെറ്റുകാരായി. ഭഗവാൻ പറഞ്ഞത് ത്രിഷു ലോകേഷു മേ കർത്തവ്യം നാ അസ്തി. എനിക്ക് കർമ്മം ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. അനവാപ്തം, എനിക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്. കാരണം എന്താ, ഇതൊക്കെ കൊടുത്തത് ഞാനാണ്, എന്നിൽ നിന്നും വന്നതാ. അതെനിക്ക് തിരിച്ചു കിട്ടാനുള്ള പണിയുണ്ടോ? അനവാപ്തം നഹി, ഒന്നുമില്ല, എനിക്ക് കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. ഇനി അവാപ്തവ്യം, എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടേണ്ടതായിട്ടുണ്ടോ? അതുമില്ല. കാരണം എല്ലാം എന്നിലുണ്ട്. പിന്നെന്താ അവാപ്തവ്യം? എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈ അവാപ്തവ്യമായിട്ടുള്ള, കിട്ടേണ്ടതായിട്ടുള്ള എന്നിൽ ഇല്ലാത്തതായിട്ടുള്ള ഒന്ന് വേണ്ടേ? അതില്ല. പിന്നെ എങ്ങനെ അനവാപ്തം ഉണ്ടാവുക? കിട്ടാത്തതായിട്ടൊന്നും ഉണ്ടാവുക? കിട്ടാത്തതായിട്ടൊന്നുമില്ല, അനവാപ്തമില്ല, കിട്ടേണ്ടതായിട്ടൊന്നുമില്ല, അവാപ്തവ്യം ഇല്ല. കിഞ്ചന, ഒന്നുമില്ല. കിഞ്ചന ന, ഒന്നുമില്ല. കർമ്മണി ഏവ, കർമ്മത്തിൽ തന്നെ ഞാൻ വർത്തതേന്നോ വർത്തേന്നോ, ഞാൻ അതിലാണ് പിരിക്കണത്. ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആരാ പറയണത്? കൃഷ്ണ പറയണത്. ഞാൻ എപ്പോഴും കൃഷ്ണനാണ് എന്ന് ഉറപ്പിക്കാം. ഓരോരുത്തരും, അതിൽ ആണോ പെണ്ണോ വ്യത്യാസമില്ല. ഞാൻ പെണ്ണാണല്ലോ, അതുകൊണ്ട് ഞാൻ രാധയാ, ഞാൻ ഗോപിയാ. അത് വേണ്ട, ഞാൻ കൃഷ്ണനാണ്. ഗോപികമാരെന്താ പറഞ്ഞത്? കൃഷ്ണ കൃഷ്ണാണ് ഞാൻ കേട്ടോന്നാ. ഗോവർദ്ധന പർവ്വതം ഉയർത്തി ഗോപികമാര് കൃഷ്ണാന്വേഷണ സന്ദർഭത്തില്. രാസക്രീഡയിൽ കൃഷ്ണനെ കാണാനില്ലാണ്ടായപ്പോ അവരനുകരിച്ചു. അവിടെ ഗോവർദ്ധനവും വിഷയമല്ല, കാളിയമർദ്ദനവും വിഷയമല്ല, ബ്രഹ്മമോഹനവും വിഷയമല്ല, ഒക്കെ അവര് ചെയ്യണേ. എത്ര അസുരന്മാരാ വന്നിട്ട് മരിച്ചത്? ഓരോരുത്തർ അസുരന്മാരായി, ഓരോരുത്തര് കൃഷ്ണന്മാരായി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? നീ ഇന്ന് ആ നാടകത്തില് കൃഷ്ണനായിട്ട്, ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ സിനിമയിൽ വില്ലന് നായകനാവാൻ പറ്റില്ല, നായകൻ വില്ലന്റെ വേഷം കെട്ടൂല. അവിടെ അതൊന്നുമില്ല. കർമ്മണീയവ വർത്തതേ, കുഴപ്പമില്ല. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വ്യത്യാസമേ വേണ്ട. സദാസമയത്തും ഞാൻ അഹം കൃഷ്ണ അസ്തു, അഹം ബ്രഹ്മ അസ്തി, എന്തായാലും വേണ്ടില്ല. അഹം ബ്രഹ്മ അസ്മി ആയിക്കോട്ടെ, കൃഷ്ണാസ്മി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആയിക്കൊണ്ടേയിരിക്കണം. ഞാൻ കൃഷ്ണൻ തന്നെയാണ്, എപ്പോഴും അങ്ങനെ ഇരുന്നോളൂ. കൃഷ്ണന്റെ വാക്കാണ് എന്ത്? എനിക്ക് കിട്ടേണ്ടതായിട്ടൊന്നുമില്ല, കിട്ടാത്തതായിട്ടൊന്നുമില്ല, ഞാൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മളും എങ്ങനെയാവണം? എല്ലാവരെ കൊണ്ടും എപ്പോഴും കർമ്മം ചെയ്യിച്ചു കൊണ്ടേയിരുന്നോളൂ. കർമ്മത്തിൽ നിന്നൊന്നും അവരെ കൊണ്ട് സ്വീകരിപ്പിക്കണ്ട, പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, കമ്പൽ ചെയ്യണ്ട, നിർബന്ധിക്കണ്ട. എന്തൊക്കെ വന്നു ചേർന്നോട്ടെ. ലോട്ടറി നമ്മൾ എടുത്തു, 100 ഉറുപ്പ്യാണ് ലോട്ടറിക്ക് കൊടുത്തത്, നമുക്ക് കിട്ടിയത് 2 കോടിയാണ്, കിട്ടിക്കോട്ടെ, വേണ്ടാന്ന് വെക്കണ്ട. ഞാൻ ലോട്ടറി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കണ്ട, ലോട്ടറി വാങ്ങിക്കോളൂ. 2 കോടി കിട്ടിയാൽ എത്ര വെച്ചാൽ അത്ര, 60 1 കോടി 60 30 ലക്ഷമോ അല്ലെങ്കിൽ 40 ലക്ഷമോ കിട്ടിക്കോട്ടെ, ദാനം ചെയ്തോളൂ. ഒരു ഭക്തനായിട്ടുള്ള ഒരാള് ചെറുപ്പത്തില് വലിയ ധനവാനായി.
വലിയ ധനം എന്ന് വെച്ചാൽ ഈ 10,000 കോടി അല്ലെങ്കിൽ കോടി കോടി ആസ്തിയുള്ള ഒരാളായി, ഏറ്റവും ചെറുപ്പത്തിൽ വലിയ ധനവാനായി. അദ്ദേഹത്തിന് ഒരു ഡോക്ടർ പറഞ്ഞു, അങ്ങേക്കിനി പരമാവധി ആയുസ് 3 മാസം. ഈ ധനത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് 6 മാസം ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത്രേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്രയും കാലം ജീവിക്കാൻ എത്ര ധനം വേണം ചോദിച്ചു. അങ്ങയുടെയാണ് ആസ്പത്രി, അതുകൊണ്ട് അങ്ങേക്ക് ചെലവില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ ധനത്തെ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ കമ്പനി, വലിയ എത്രയോ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഒറ്റ സ്ഥാപനമല്ല, അതിവിസ്തൃതമാണ്. എല്ലാവരെയും കേവന്മാരെയൊക്കെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യണം ചോദിച്ചു. അവർക്കാർക്കും ഉത്തരമില്ല. അവരെന്താ ചെയ്ത അദ്ദേഹം സ്വയമേവ നിശ്ചയിച്ചു. എന്താ നിശ്ചയിച്ചത്? ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ വിദ്യാഭ്യാസം ഫ്രീ, ചികിത്സ ഫ്രീ, ആഹാരം ഫ്രീ. അതിനൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു, അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് നടത്താവുന്ന രീതിയിൽ. മുഴുവൻ ധനവും തീർന്നു, നിസ്വനായി. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം മാറി, അദ്ദേഹം ജീവിച്ചു. 100 വയസ്സിന് അടുത്ത് വരെ ജീവിച്ചു. എന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പോ അത്രയും കാലം അദ്ദേഹം മുഴുവൻ, നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ ചികിത്സിക്കാൻ കാശ് വേണ്ടാന്ന്. കാറ് ഉണ്ടാക്കണ കമ്പനിയെ സ്വന്തമാണ്, അത് കാരണം കാറിന് കാശ് വേണ്ട എന്ന കൂട്ടത്തില് ഈ ഭഗവാന്റേതാണ് മുഴുവൻ. ഇതുണ്ടായ സംഭവമാട്ടോ, അമേരിക്കയിലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചരിത്രം വഹിക്കുന്നവർക്ക് നല്ലോണം അറിയാം, പേരും നാളും ഒക്കെ ഉണ്ടായില്ല. വലിയൊരു ഗ്രന്ഥ, വേണിച്ചാൽ വായിച്ചാൽ മനസ്സിലാവും. ഉണ്ടായ സംഭവമാണ്. എന്ന കൂട്ടത്തില് ഭഗവാൻ പറയാണ്, ന മേ പാർത്ഥ അസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ന അനവാപ്തവ്യം ന അനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. കർമ്മം ചെയ്തുകൊണ്ടേ ഞാൻ ഇരിക്കും, എനിക്ക് കർമ്മമില്ല. അതേപോലെ എനിക്ക് കിട്ടേണ്ടതായിട്ടൊന്നുമില്ല, എടുക്കേണ്ടതായിട്ടോ കിട്ടാത്തതായിട്ടോ ഒന്നുമില്ല. പക്ഷെ ഞാൻ അതൊക്കെ എടുക്കും, കിട്ടും, നേടും. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് കിട്ടി എന്ന് തോന്നാൻ, അവരാവശ്യപ്പെട്ടതെന്തോ, അവർക്ക് ആഗ്രഹമുള്ളതെന്തോ അത് സാധിപ്പിച്ചു കൊടുക്കാൻ എന്ന കൂട്ടത്തിലാവണം നമ്മുടെ എല്ലാവരുടെയും കർമ്മം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് 11ാമത്തെ ശ്ലോകം തൊട്ട് 22ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ 3ാമത്തെ അധ്യായത്തിലെ കർമ്മയോഗത്തില് പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യാം. വീണ്ടും കേൾക്കണമെന്നുള്ളവർക്ക് കേൾക്കാം. അതേപോലെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമുക്ക്. യഥേച്ഛസി തഥാ ഗുരു. വളരെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഗുരുക്കന്മാരാണ്. അത് ഏത് അർത്ഥത്തിൽ? അവരവരുടെ കർമ്മത്തിനും സ്ഥിതിക്കും ഇരിപ്പിനും എവിടെയാണോ, ഏത് സ്ഥാനത്താണോ അതിനനുസരിച്ച്. അതുകൊണ്ട് യദ്യത് ആചരതി, അത് മുഴുവൻ ലോകം അനുവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മളത് ഏറ്റുപിടിക്കുക, വേണ്ടതുപോലെ ചെയ്യുക, ഒന്നിൻ്റെയും പ്രതിഫലം സ്വീകരിക്കാതിരിക്കുക. അതാണ് കർമ്മയോഗം. അതിന് നമുക്ക് അർഹത ഭഗവാൻ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന്റെ ആ വാക്കിനെ ഒന്നുകൂടിയും പറഞ്ഞുകൊണ്ട്, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വാർത്തയേവ ച കർമ്മണി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീനാരായണ. ആരെങ്കിലും ചിലവര് ഓണാക്കുക. ഇന്ന് സ്വീകരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും പറയുക. തിരുമേനി, ഒരു 19, 20, 21 ശ്ലോകം ഒന്നുകൂടെ ഒന്ന് വായിക്കുവോ? ഒന്ന് ചൊല്ലുവോ? 19, 20, 21. എനിക്കത് വ്യക്തമായിട്ടൊന്ന്. തസ്മാത് അസക്തഃ സതതം കാര്യം കർമ്മ സമാചര. അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പൂരുഷ. തസ്മാത് അസക്തഃ സതതം കാര്യം കർമ്മ സമാചര. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. കർമ്മണ ഏവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ. ലോകസംഗ്രഹം ഏവ അപി സംപശ്യൻ കർത്തും അർഹസി.
कर्मणैव हि संसिद्धिम् आस्थिता जनकादय लोकसङ्ग्रहमेवापि सम्पश्यन् कर्तुमर्हसि यद् यद् आचरति श्रेष्ठः तद् तद् एव इतरः जनः सः यद् प्रमाणं कुरुते लोकः तद् अनुवर्तते यद्यदाचरति श्रेष्ठस्तत्तदेवेतरो जन स यत्प्रमाणं कुरुते लोकस्तदनुवर्तते न मे पार्थास्ति कर्तव्यं त्रिषु लोकेषु किञ्चन नानवाप्तमवाप्तव्यं വർത്ത ഏവ ച കർമ്മണി. അയ്യോ, ആരാ വിളിച്ചത്? ആരാ? ഹരി ഓം. ഇതിൽ ആരാ പറഞ്ഞ? സരസമ്മ. ഓക്കെ ഓക്കെ. തൃപ്പൂണിത്തറ മനസ്സിലായി. ഓക്കെ, എന്തൊക്കെയാന്ന് കേട്ടതിപ്പോ മനസ്സിലായത്? അഡീഷണൽ എന്തെങ്കിലും കിട്ടിയോ? ഉണ്ടായി വ്യക്തമായിട്ടൊന്നും പറയാറായിട്ടില്ല. ആയിക്കോട്ടെ. ആദ്യമായിട്ടല്ലേ കേൾക്കുന്ന ഇതെല്ലാം? അല്ല, ഇതിപ്പോ കൊറേ ഇല്ലേ പറയണു. ആയിക്കോട്ടെ, ശരി. ശ്ലോകമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ സുഖമുണ്ടോ? എനിക്കത് വ്യക്തമായിട്ടൊന്ന് വായിക്കുമ്പോഴേ ഉണ്ടായിരിക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഇതാക്കി ഇടാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി വേറൊരാളെ. ഹരിയോം. ദകാരം മൂന്നാമത്തെ ദ. യജ്ഞശിഷ്ടം അശിനഹ അശനഹ. സമ്പാദം സമ്പാദിക്കുന്നത്, സമ്പാദ്യം. അതിൽ സമ്പാദം എന്നാണ് ആ വാക്ക്. സമ്പാദിക്കുന്നതാണ് ഭഗവാന്റെ. അതെ, സമ്പാദ്യം. ഓക്കെ, മിനി അല്ലേ? മിനി. ഓക്കെ. എവിടെയാ സ്ഥലം? മിനി എവിടെയാ? ഞാൻ ഇപ്പൊ ഒരാഴ്ച തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എവിടെയാ? പട്ടത്ത്. ഞാൻ ആ വഴിയൊക്കെ വന്നു. ഞാന് ഒരാഴ്ച തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. പറഞ്ഞായിരുന്നു മറ്റേ സുഭാഷ് മാലിനി അല്ല ഞാൻ അവിടെ ഏറെക്കുറെ എല്ലാ ദിക്കിലൊന്ന് കറങ്ങി. ശിവപുരാണം വായിക്കാൻ പോയതാ. അവിടെ മറ്റേ ഈ ഇസ്രോ അല്ല ISRO ഒരു വീട്ടിലാ, പെങ്ങളുടെ വീട്ടിലാ. അത് കാലടി മരുതൂർ കടവ് അറിയോ? അവിടെ അവിടെ ആയിരുന്നു. മറ്റേ അവിടെ ISRO ഇല്ലേ, അതില് പ്രവർത്തിച്ച ഒരു 4 ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപോന്നു. അതെ, രാധാകൃഷ്ണൻ സാറ്, പിന്നെ ശ്രീകുമാർ സാറ്. അതെ, ഞാൻ പറഞ്ഞായിരുന്നു, ടീച്ചറോട് പറഞ്ഞായിരുന്നു. ടീച്ചർ പിന്നെ അത് വേണ്ടത് കൊടുത്തില്ല. എൻ്റെ ഓരോരുത്തരുടെയും നമ്പർ ഇല്ലാത്തോണ്ടേ. പട്ടത്തൊക്കെ വെച്ചാൽ വളരെ സൗകര്യമായിരുന്നു, കാരണം വരാൻ പ്രയാസം ഉണ്ടാവില്ല. ആയിക്കോട്ടെ, പുസ്തകം ഇറങ്ങുമ്പോ വാങ്ങിയാൽ മതി. എന്തായാലും കോണ്ടാക്റ്റിൽ ഉണ്ടായിക്കോളൂ, നമ്പർ സേവ് ചെയ്താലേ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്. എൻ്റെ പുസ്തകങ്ങൾ വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ചെയ്തോളൂ, ഒരുപാട് കാര്യങ്ങൾ അതിൽ കിട്ടും. അതില് യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് പ്ലേ സ്റ്റോർ എടുക്കുക. ഒഴിവുള്ള സമയത്ത് പ്ലേ സ്റ്റോർ ആദ്യത്തെ ഞെക്കുക. അങ്ങനെ ക്രമത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഉറങ്ങിയാലും വിരോധമൊന്നുമില്ല. പണിയെടുക്കുമ്പോൾ പകുതി കേട്ടാലും പകുതി വിട്ടാലും കുഴപ്പമില്ല. വീണ്ടും കേൾക്കണം തോന്നിയാൽ രണ്ടാമത് ഞെക്കിയാൽ മതി, അത്രേ വേണ്ട.
വൈഫൈ ഉണ്ടല്ലോ അല്ലേ വീട്ടില്? ചെയ്യാം. വൈഫൈ ഇല്ലേ വീട്ടില്? ഉണ്ട്. വൈഫൈ ഉള്ളവർക്ക് അത് എളുപ്പമാവുള്ളൂ. സാധാരണ വെറും അങ്ങനെ ചെയ്യാം. വളരെ എളുപ്പമാണ്, കുട്ടികളെയൊക്കെ കേൾപ്പിക്കാം. പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ എന്താ പറയുക കാറ്റഗറി ആയിട്ടിട്ടുണ്ടാവും. ഇഷ്ടമുള്ളത് കേൾക്കാലോ. കുറച്ച് കേട്ടിട്ട് ഇഷ്ടമായില്ല തോന്നി വിചാരിച്ചിട്ട് ഒഴിവാക്കൊന്നും വേണ്ട, കേട്ടോണ്ടിരിക്കുക. അതായത് ആവശ്യമുള്ള കേൾക്കാൻ അത്ര താല്പര്യമില്ല തോന്നിയിട്ട് ആ സമയത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ആകർഷകമുള്ളത് വരും, അല്ലെങ്കിൽ അറിയണമെന്ന് തോന്നണത് വരും, വേണ്ടത് കിട്ടും. അപ്പോൾ വൈഫൈ ഉള്ളവർക്ക് അത് വിഷയമല്ല, കാരണം വെറുതെ വെച്ചില്ലേ വേണ്ടത്. സിനിമ പണിയെടുക്കാം, പ്രയാസമില്ല. അതേപോലെ ഒന്നിനും തടസ്സങ്ങളില്ല, അതാണ്. അപ്പോൾ ഇത് അറിയാതെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഞാൻ എന്തായാലും വേറെ ഒന്നും പറയാറില്ല, ലോകമൊന്നും പറയാറില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കിടക്കുമല്ലോ, ആ വീട്ടിൽ കിടക്കുമല്ലോ. നമ്മൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ചിലപ്പോൾ ആ പരിസരത്ത് കൂടെ പോകുന്ന മറ്റേ അടിച്ചു വരുന്ന ആളോ തിരുമ്പണ ആളോ കേട്ടുവെന്ന് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. പശുക്കൾ കേട്ടുവെന്ന് വരും, സസ്യജാലം കേട്ടുവെന്ന് വരും, അങ്ങനെയാണ്. ഞാൻ ഒന്നും വായിച്ചിട്ടില്ല, അതായത് പുരാണങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെയൊന്നും അധികം ഇല്ല. ഞാൻ എഴുതിയതിനെ പാരായണം ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ ഗീതയാണെന്ന് വെച്ചാൽ ഹരിഗീതം എന്നുള്ള അതിൽ കാണും. നാരായണീയ വെച്ചാൽ ഒരു കുറേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മുഴുവനായിട്ടില്ല. ഏത് പഠിക്കാനായാലും അതിനനുസരിച്ചൊക്കെ പലതും പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും, കീർത്തനങ്ങൾ കിട്ടും, മറ്റേതെല്ലാം കിട്ടും. പിന്നെ ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്തോളൂ. ലിങ്ക് ഷെയർ ചെയ്തോളൂ, ഇഷ്ടമുള്ള ആളുകൾക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഹരി ഓം. ഇനി അടുത്ത ആരാ? ഉഷ. കർമ്മയോഗം നമ്മളിപ്പോ കുറെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ തന്നെ പറഞ്ഞു ഈ ഇതിപ്പോ മോക്ഷത്തിലേക്ക് എത്തിയ ആൾക്കാർക്ക്